തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം LDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് മുൻ നേതാവ് KV തോമസ്. മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി ആർക്കും മുന്നോട്ടു പോകാനാവില്ല. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാടെടുക്കുന്നത് CPIM മാത്രമാണെന്നും KV തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ മുന്നണികൾ തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് മുൻ കോൺഗ്രസ് നേതാവ് KV തോമസിന്റെ പ്രതികരണം. ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി BJPയെ എതിർക്കുമെന്ന പ്രതീക്ഷയാണ് KV തോമസ് പങ്കുവെക്കുന്നത്. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് CPIM മാത്രമാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും CPIM മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും KV തോമസ് പറഞ്ഞു. ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി BJPക്കെതിരായ ശബ്ദമുയർത്തുക, അത് രാഷ്ട്രീയ നിലപാടല്ല. അവർക്കും ഇവിടെ നിലനിൽക്കണം. CPM അവിടെ നിൽക്കുന്നു, CPI ഇവിടെ നിൽക്കുന്നു. വളരെ വ്യക്തത, തീവ്ര ഹിന്ദുത്വത്തിനെതിരായി ഉള്ള നിലപാട് അവരും എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ CPIMൽ അംഗത്വമെടുക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് താൻ എന്നും കോൺഗ്രസ്സുകാരനെന്നായിരുന്നു KV തോമസിന്റെ മറുപടി. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല. ഞാൻ അന്നും എന്നും പറഞ്ഞു, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൽ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും KV തോമസ് പറഞ്ഞു. BJPക്കെതിരായിട്ടുള്ള നീക്കത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും CPMനും ഇടതുമുന്നണിക്കും UDFനും ഒക്കെ ഒരു ഉത്തരവാദിത്തമുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ജനപ്രിയനാണ് ജനങ്ങളുടെ മുമ്പിൽ. ആ രാഹുൽ ഗാന്ധി എന്തിന് വയനാട് വരുന്നു? പക്വതയില്ലാത്തതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രശ്നം. പൗരത്വ നിയമത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും KV തോമസ് വിമർശിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ R. ഋഷിപാൽ. ഇൻ റിപ്പോർട്ടർ, കൊച്ചി.